താല വബർക്കാത്തു. ഫിസിക്കൽ ഡിവിഷൻസ് ഓഫ് ഇന്ത്യയുടെ ഫിസിക്കൽ ഡിവിഷനുകൾ. ഇതിലെ ഈ സൈഡ് ഹെഡിങ്ങിൽ ആദ്യം തന്നെ പറയുന്നത് ഒരു സംഭാഷണമാണ്, ടീച്ചറും കുട്ടികളും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. എന്നിട്ട് വാട്ട് ഈസ് ടെറൈൻ? ഈ ഭൂപ്രദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? ടെറൈൻ ഈസ് ആൻ ഏരിയ ഓഫ് ലാൻഡ് വിച്ച് യൂഷ്വലി ഹാസ് എ പാർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫിസിക്കൽ ഫീച്ചർ. ഭൂപ്രദേശം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരം ഫിസിക്കൽ സവിശേഷതകളുള്ള ഒരു ലാൻഡാണ്. അതിനാണ് ഭൂപ്രദേശം എന്ന് പറയുക. ലൈക്ക് മുംബൈ ബീച്ചിനെ പോലെ ഈ സാൻഡി. മുംബൈ ബീച്ച് എന്ന് പറഞ്ഞാൽ അത് ഈ മണലിനുള്ളതാണ്, അഥവാ മണൽ കൊണ്ട് നിറഞ്ഞതാണ്. ഷില്ലോങ് ഈസ് എ ഹില്ലി. ഷില്ലോങ് എന്ന് പറഞ്ഞത് ഒരു കുന്നുകൊണ്ടുള്ള കുന്നാണ്, അല്ലെങ്കിൽ കുന്ന് പോലുള്ള പ്രദേശമാണ്, അങ്ങനെയാണ്. അഥവാ അതിന് രണ്ടിലും ഒരു പ്രത്യേക തരം ഫിസിക്കലായിട്ടുള്ള സവിശേഷതകൾ ഉണ്ട്. അപ്പോൾ ടീച്ചർ, റൈറ്റ്, ശരിയാണ്. ഡു യു നോ ഇന്ത്യ ഈസ് എ വാസ്റ്റ് കൺട്രി വിച്ച് വേരിയഡ് ലാൻഡ് ഫോംസ് ആൻഡ് ടോപ്പോഗ്രഫി. വൈവിധ്യമാർന്ന ഭൂമി രൂപങ്ങളുള്ള വിശാലമായ രാജ്യമാണ് ഇന്ത്യ. ടോപ്പോഗ്രഫിയും വൈവിധ്യമാർന്ന ഭൂമി രൂപങ്ങളുമുള്ള വിശാലമായ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചു ടീച്ചർ. അപ്പോൾ രജീന്ദർ എന്ന് പറയുന്ന ഒരു കുട്ടി ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ടോപ്പോഗ്രഫി? ടോപ്പോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ടീച്ചർ പറയുന്നു, ടോപ്പോഗ്രഫി മീൻസ് ദ ഫ്യൂച്ചർ ഓഫ് പ്ലേസ് ഡിറ്റർമിനഡ് ബൈ നാച്ചർ. ഇറ്റ് ഈസ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് വേരിയസ് ഫീച്ചേഴ്സ് ആൻഡ് ലാൻഡ്സ്കേപ്പ് ഓൺ ദ സർഫേസ് ഓഫ് ദ എർത്ത്. ടോപ്പോഗ്രഫി എന്നാൽ പ്രകൃതി നിർണ്ണയിക്കുന്ന സ്ഥലത്തിൻ്റെ സവിശേഷതകളാണ്. അഥവാ പ്രകൃതി തന്നെ നിർണ്ണയിക്കുന്ന ഒരു സ്ഥലത്തിന് പ്രകൃതി തന്നെ നിർണ്ണയിക്കുന്ന അതിൻ്റെ സവിശേഷതകൾ. ചിലപ്പോൾ ചിലത് കുന്നായിരിക്കാം, ചിലത് ഇത് പറഞ്ഞ പോലെ തന്നെ സാൻഡി ആയിരിക്കാം. അങ്ങനെ വ്യത്യസ്തമായ സവിശേഷതകളുണ്ടാവും. ഇന്ത്യ ഹാസ് ദ ടോപ്പോഗ്രഫിക്കൽ ഡൈവേഴ്സിറ്റി. ഇന്ത്യക്ക് ഭൂമിശാസ്ത്രപരമായ വൈവിധ്യങ്ങളാണ് ഇന്ത്യക്കുള്ളത്. ദിസ് ഇൻക്ലൂഡ്സ് ദ ഗ്രേറ്റ് ഹിമാലയാസ്, ദ നോർത്തേൺ പ്ലെയിൻ ആൻഡ് ദ താർ ഡെസേർട്ട്, ദ കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ദ പെനിൻസുലാർ പ്ലാറ്റ്യൂ, കോസ്റ്റൽ പ്ലെയിൻസ്, പിന്നെ താർ ഡെസേർട്ട്, നോർത്തേൺ പ്ലെയിന്, ഹിമാലയ, ഇതൊക്കെ അതിൽ ഉൾപ്പെടുന്നുണ്ട്. ദ റീസൺസ് ഫോർ വേരിയേഷൻ. ഈ വ്യത്യസ്തതക്കുള്ള കാരണം ഇൻ ദ ടോപ്പോഗ്രഫി കുഡ് ബി, ഇങ്ങനെയുള്ള കാര്യങ്ങളെന്നൊക്കെ ആയേക്കാം. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഉണ്ടാവാനുള്ള കാരണങ്ങൾ ഇതായേക്കാം എന്നാണ് പറയുന്നത്. അതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്, ഡിഫറൻസസ് ഇൻ ദ റോക്ക് ഫോർമേഷൻ. ദസ് ലാൻഡ് മാസസ് ഹാവ് ബീൻ ഫോമഡ് ഇൻ ഡിഫറെൻറ്റ് ജിയോളജിക്കൽ പീരീഡ്സ്. വ്യത്യസ്ത കാലഘട്ടങ്ങളിലുള്ള ലാൻഡ് മാസസും വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായ ലാൻഡ് മാസസ് ഒക്കെ ഉണ്ടായി. നമ്പർ ഓഫ് പ്രോസസ് സച്ച് ആസ് വെതറിങ്, ഇറോഷൻ ആൻഡ് ഡെപ്പോസിഷൻ ഹാസ് മോഡിഫൈഡ് ദിസ് ഫീച്ചേഴ്സ് ടു ദെയർ പ്രസൻറ്റ് ഫോംസ്. നമ്പർ ഓഫ് പ്രോസസ്സസ് സച്ച് ആസ് വെതറിങ്, ഇറോഷൻ ആൻഡ് ഡെപ്പോസിഷൻ. ഈ നിക്ഷേപണം, പിന്നെ കാലാവസ്ഥ, മണ്ണൊലിപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിഷ്കരിച്ചു. ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഇന്ത്യക്ക് ഇങ്ങനെ ഒരു വ്യത്യസ്തമായ ഫിസിക്കൽ ഡിവിഷൻസ് നൽകാൻ കാരണം. അഥവാ ഈ ഒരു കാരണങ്ങൾ കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇന്ത്യയിലെ ടോപ്പോഗ്രഫി ഇങ്ങനെ വ്യത്യസ്തമാവാൻ കാരണം ഈ ഒരു കാരണങ്ങളായിരിക്കാം. വെതറിങ് അഥവാ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ
Weathering is the process of gradual destruction of rocks at or near the earth's surface through ഫിസിക്കലായി പാറകളെ നശിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് വെതറിങ്ങിലൂടെ നടക്കുന്നത്. അഥവാ കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ പ്രോസസ്സസ് കോസ്ഡ് ബൈ വിൻഡ്, വാട്ടർ, ക്ലൈമറ്റ് ചേഞ്ച് എക്സെട്ര. ഈ ക്ലൈമറ്റ് ചേഞ്ച്, പിന്നെ വാട്ടർ, വെള്ളം, കാറ്റ് എന്നിവ കൊണ്ടൊക്കെ പിന്നെ ഈ ഈ കെമിക്കൽ പ്രോസസ്സ് സംഭവിച്ചേക്കാം. ഇറോഷൻ അഥവാ മണ്ണൊലിപ്പ് എന്ന് പറഞ്ഞാൽ ഇറോഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഗ്രാജുവൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വെതർഡ് റോക്ക് മെറ്റീരിയൽസ് ത്രൂ നാച്ചുറൽ ഏജൻസീസ് ലൈക്ക് വിൻഡ്, റിവർ, സ്ട്രീംസ്, ഗ്ലേസിയേഴ്സ് എക്സെട്ര. അഥവാ ഇങ്ങനെ ഈ വെതർ കൊണ്ട് നശിപ്പിക്കപ്പെട്ട റോക്ക് മെറ്റീരിയൽസിനെ നാച്ചുറൽ ഏജൻസീസ് അഥവാ വിൻഡ്, റിവർ അങ്ങനെയുള്ള നാച്ചുറൽ ഏജൻസീസ് മുഖേന ഗ്രാജുവൽ ട്രാൻസ്പോർട്ടേഷൻ നടത്തുക എന്നതാണ് മണ്ണൊലിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ വെതറിങ്ങിലൂടെ നശിപ്പിക്കപ്പെട്ട പാറകളുടെ മെറ്റീരിയൽസിനെ വിൻഡ്, റിവർ മുഖേനയുള്ള നാച്ചുറൽ ഏജൻസീസ് മുഖേന പിന്നെ മണ്ണൊലിപ്പ് അതിനെ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നു. തുടർന്ന് ആ സ്ഥലം ഒരു നാച്ചുറലി ഉണ്ടായ ഒരു സ്ഥലമായി, അല്ലെങ്കിൽ ഒന്നെങ്കിൽ അതൊരു കുന്നായി മാറുന്നു, അല്ലെങ്കിൽ വെറും കല്ലുകൾ മാത്രമുള്ള ഒരു സ്ഥലമായി മാറുന്നു. അങ്ങനെ ഒരുപാട് വേരിയേഷൻസ് ഉണ്ടാകുന്നു. ഇന്ത്യ ഈസ് എ കൺട്രി ഓഫ് ഫിസിക്കൽ ഡൈവേഴ്സിറ്റി. എന്താ പറയുക, ഇന്ത്യ എന്നാൽ വ്യത്യസ്തമായ രീതികളുള്ള അല്ലെങ്കിൽ ശാരീരികമായ വ്യത്യസ്തതകളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അഥവാ വ്യത്യസ്തമായ വൈവിധ്യങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. There are high mountain peaks in some areas. അഥവാ ചില സ്ഥലങ്ങളിൽ ഉയർന്ന മൗണ്ടെയിൻ പ്രദേശങ്ങളും ചില സ്ഥലങ്ങളിൽ ലൈ ദ ഫ്ലാറ്റ് പ്ലെയിൻസ് ഫോമഡ് ബൈ റിവേഴ്സിനാൽ ഉണ്ടാകുന്ന താഴ്ന്ന തരത്തിലുള്ള പ്രദേശങ്ങളൊക്കെ ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിലെ ഫിസിക്കൽ ഫീച്ചേഴ്സിനെ നമുക്ക് എന്താക്കാം, 6 ഡിവിഷനുകളായി തിരിക്കാം. അഥവാ അതിൽപ്പെടുന്നതാണ് 1 എന്ന് പറഞ്ഞാൽ ദ നോർത്തേൺ മൗണ്ടെയ്ൻസ്, 2 ദ നോർത്തേൺ പ്ലെയിൻസ്, 3 ദ പെനിൻസുലാർ പ്ലാറ്റ്യൂ, 4 ദ ഇന്ത്യൻ ഡെസേർട്ട്, 5 ദ കോസ്റ്റൽ പ്ലെയിൻസ്, 6 ദ ഐലൻഡ്സ്. ഒന്നാമത്തത് ദ നോർത്തേൺ മൗണ്ടെയ്ൻസ്. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 3 ഗ്രൂപ്പ്സ്. അഥവാ ദ നോർത്തേൺ മൗണ്ടെയ്ൻസ് എന്ന് പറഞ്ഞാൽ അത് 3 തരങ്ങളായി തിരിച്ചിട്ടുണ്ട്. 1 ദ ഹിമാലയാസ്, 2 ദ ട്രാൻസ് ഹിമാലയാസ്, 3 ദ പുറാഞ്ചൽ ഹിൽസ്. 1 ദ ഹിമാലയൻ മൗണ്ടെയ്ൻസ്. അഥവാ ഹിമാലയാസ് ആർ ദ യങ് ഫോൾഡ് മൗണ്ടെയ്ൻസ്. ദിസ് ഈസ് ദ ഹയസ്റ്റ് മൗണ്ടെയ്ൻ റേഞ്ച് ഓഫ് ദ വേൾഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന മൗണ്ടെയ്ൻ ആണ് ദ ഹിമാലയൻ മൗണ്ടെയ്ൻ. ഹിമാലയാസ് acts as natural barrier. The extreme cold, snow and rugged topography discourage the neighbors to enter India through Himalayas. They run from west-east direction from Indus to Brahmaputra along the northern boundary of India. അതായത് ഹിമാലയസ് ആക്ട്സ് ആസ് നാച്ചുറൽ ബാരിയർ. ഹിമാലയം വെരി കോൾഡാണ്. അഥവാ തണുപ്പും മഞ്ഞ് മൂടിയതും അങ്ങനെ ഒരു പരുത്ത പ്രദേശമാണ്. അഥവാ ഒരുപാട് മഞ്ഞും തണുപ്പുമൊക്കെ ഉള്ള ആളുകളെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു രൂപമാണ് ഹിമാലയാസിനുള്ളതെങ്കിലും ഇന്ത്യയുടെ നെയ്ബേഴ്സിന് അഥവാ
അയൽവാസികൾക്ക് അതിലൂടെ ഇന്ത്യയിലേക്ക് കടക്കാനൊക്കെ സാധിക്കുന്നു. They run from west east direction from Indus to Brahmaputra along the northern boundary of India. ഇന്ത്യയുടെ ബൗണ്ടറി അഥവാ ഇന്ത്യയുടെ അതിർത്തിയിലൂടെ കടന്നു പോകുന്നതാണ് ഈ ഹിമാലയൻ മൗണ്ടൻസ് അഥവാ ഇൻഡസ് നദി തൊട്ട് ബ്രഹ്മപുത്ര വരെ. അപ്പോൾ ഇന്ത്യയുടെ വെസ്റ്റ് ഈസ്റ്റ് അതിർത്തികളിലൂടെ കടന്നു പോകുന്ന മലനിരകളാണ് ഹിമാലയൻ മൗണ്ടൻസ്. കവറിങ് ദ ഡിസ്റ്റൻസ് ഓഫ് 2500 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസിലാണത് കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദെയർ വിഡ്സ് വേരിയസ് ഫ്രം 400 ഇൻ ദ വെസ്റ്റ് ആൻഡ് 150 കിലോമീറ്റേഴ്സ് ഇൻ ദ ഈസ്റ്റ്. വെസ്റ്റിൽ നിന്ന് 400ഉം ഈസ്റ്റിൽ നിന്ന് 150 കിലോമീറ്ററും ഓളം വിഡ്ത്തുണ്ട് ഈ ഹിമാലയൻ മൗണ്ടൻസിന്. ആ മേലത്തെ 9.5 ദ ഹിമാലയൻ മൗണ്ടൻസ് എന്ന ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ദ ഹിമാലയാസ് മേ ബി ഡിവൈഡഡ് ഇൻറ്റു 3 പാരലൽ റേഞ്ച്. ദ ഹിമാലയ മൗണ്ടെയിൻ അതിനെ 3 പാരലൽ റേഞ്ചുകളിലേക്ക് ആയിട്ട് തിരിക്കാം. ഒന്ന് ഗ്രേറ്റർ ഹിമാലയാസ് ഓർ ഹിമാദ്രി, ഒന്ന് ഏറ്റവും ഉയർന്ന ഹിമാലയ അല്ലെങ്കിൽ ഹിമാദ്രി എന്ന് പറയാം. ലെസ്സർ ഹിമാലയാസ് ഹിമാചൽ, ഔട്ടർ ഹിമാലയാസ് ഓർ സിവാലിക്സ്. ദ ഗ്രേറ്റർ ഹിമാലയാസ് ഓർ ഹിമാദ്രി അത് ദ ഗ്രേറ്റർ ഹിമാലയാസ് comprises of the northernmost ranges and peaks. It has an average height of 6000 meters and width lies between 120 to 190 kilometers. The ഗ്രേറ്റർ ഹിമാലയ എന്ന് പറഞ്ഞാൽ നോർത്തേണിലുള്ള ഹിമാലയയുടെ നോർത്ത് ഭാഗത്തിൽ കിടക്കുന്നതാണ്. അതിന് ആവറേജ് ഹൈറ്റ് 6000 മീറ്റേഴ്സും അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 120 to 190 കിലോമീറ്റേഴ്സുമാണ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് കണ്ടിന്യൂസ് റേഞ്ച്. ഇറ്റ് ഈസ് സ്നോ ബൗണ്ട് ആൻഡ് മെനി ഗ്ലേസിയേഴ്സ് ഡിസെൻഡഡ് ഫ്രം ദിസ് റേഞ്ച്. ഈ പാരഗ്രാഫിന് ചുരുക്കം എന്താണെന്ന് വെച്ചാൽ ഈ ഹിമാലയത്തിൽ തന്നെ ഗ്രേറ്റർ ഹിമാലയത്തിൽ തന്നെ ഒരുപാട് കൊടുമുടികൾ ഉണ്ട്. അഥവാ എവറസ്റ്റ്, കാഞ്ചൻജുംഗ, മകലു, ദുലംഗിരി, നംഗ പർബത് എക്സെട്ര. അതിനൊക്കെ 8000 മീറ്റേഴ്സിലധികം ഉയരവുമുണ്ട്. എവറസ്റ്റ് 8848 മീറ്റർ, ഏറ്റവും ഓഫ് ദ വേൾഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് എവറസ്റ്റ്. അതിന് 8848 മീറ്റർ ഉയരമുണ്ട്. ആൻഡ് കാഞ്ചൻജുംഗ ഈസ് ദ ഹയസ്റ്റ് പീക്ക് ഓഫ് ഹിമാലയ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻജുംഗ. ഹൈ മൗണ്ടൻസ് പാസസ് ഓൾസോ എക്സിസ്റ്റ് ഇൻ ദ റേഞ്ച്. ഇതിലൂടെ ഒരുപാട് മൗണ്ടെയിൻസ് പാസ് ചെയ്യുന്നുണ്ട്. അഥവാ ഈ കൊടുമുടികളിലൂടെ ഒരുപാട് മൗണ്ടെയിൻസ് അല്ലെങ്കിൽ മലനിരകൾ പാസ് ചെയ്യുന്നു. നാഥുല, സൂചിയില്ല, പിന്നെ ഭൂമിതിയില്ല എക്സെട്ര. അങ്ങനെ ഒരുപാട് മലനിരകൾ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. പാരാലച്ച, ലാഷിപ്പിക്കി, ലാനാത്തു എന്ന് പറയുന്ന ഒരുപാട് മലനിരകൾ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. ദ ഗംഗ ആൻഡ് യമുന റിവേഴ്സ് ഒറിജിനേറ്റ്സ് ഫ്രം ദിസ് ഹിമാലയാസ്. ഈ ഗംഗ ആൻഡ് യമുന റിവേഴ്സ് അഥവാ ഈ ഗംഗ യമുന നദികളൊക്കെ ഉത്ഭവിക്കുന്നത് ഹിമാലയത്തിൽ നിന്നാണ്. 2 ദ ലെസ്സർ ഹിമാലയാസ് ഓർ ഹിമാചൽ അഥവാ ഏറ്റവും താഴ്ന്ന ഹിമാലയ പർവ്വതങ്ങൾ. ദ ആറ്റിറ്റ്യൂഡ്
ഓഫ് ദിസ് റേഞ്ച് ലൈസ് ബിറ്റ്വീൻ 1000 ആൻഡ് 4500 മീറ്റേഴ്സ് ആൻഡ് ആവറേജ് വിഡ്ത്ത് ഈസ് 50 കിലോമീറ്റർ. അഥവാ ഇതിൻ്റെ ആറ്റിറ്റ്യൂഡ് 1000 തൊട്ട് 4500 മീറ്റേഴ്സും ആവറേജ് വിഡ്ത്ത് അതിൻ്റെ വീതി 50 കിലോമീറ്ററും ഉൾക്കൊള്ളുന്നു. ദ പ്രൊമിനേറ്റ് റേഞ്ചസ് ഇൻ ദിസ് ആർ പിർ പാഞ്ചൽ, ധൗലാധാർ ആൻഡ് മഹാഭാരത റേഞ്ച്. ഇറ്റ് കംപ്രസ്ഡ് ഓഫ് മെനി ഫേമസ് ഹിൽ സ്റ്റേഷൻസ് ലൈക്ക് ഷിംല. അഥവാ ഇതിൽ തന്നെ ഷിംല, ഡൽഹൗസി, ദർജീലിംഗ്, ചക്രത, മുസറി, നാനിട്ടൽ എക്സെട്ര. ഇറ്റ് ഓൾസോ കംപ്രസ്ഡ് ഓഫ് ഫേമസ് വാലീസ് ലൈക്ക് കാശ്മീർ, കുല്ലു, കഞ്ചറ എക്സെട്ര. അഥവാ ഈ ലെസ്സർ ഹിമാലയാസ് അഥവാ ഹിമാചലിൽ ഒരുപാട് ഫേമസ് ഹിൽ സ്റ്റേഷനുകൾ, അത് ഷിംല, ഡൽഹൗസി, ദർജീലിംഗ്, ചക്രത, മുസ്സൂരി, നാനിട്ടാൽ പോലുള്ള ഫേമസ് ഹിൽ സ്റ്റേഷനുകളും കാശ്മീർ, കുല്ലു, കഞ്ചറ പോലെയുള്ള ഫേമസ് വാലീസും പിന്നെ ഉൾക്കൊള്ളുന്നതാണ് ഈ ലെസർ ഹിമാലയാസ്. ദ ഔട്ടർ ഹിമാലയാസ് ഓർ ദ സിവാലിക്സ്. ഇറ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് റേഞ്ച് ഓഫ് ദ ഹിമാലയാസ്. ഹിമാലയത്തിലെ പുറത്തുള്ള ഒരു ഔട്ടർ മോസ്റ്റ് റേഞ്ചാണ് ഹിമാലയത്തിലെ ഔട്ടർ മോസ്റ്റ് റേഞ്ചാണ് ഈ ഔട്ടർ ഹിമാലയാസ് എന്ന് പറയുന്നത്. ദ ആൾട്ടിറ്റ്യൂഡ് വേരിയസ് ബിറ്റ്വീൻ 900 ആൻഡ് 1100 മീറ്റേഴ്സ്. അതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 900 മുതൽ 1500 മീറ്റേഴ്സ് വരെയും അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 10 to 50 കിലോമീറ്റർ വരെയാണ്. ദേ ഹാവ് ലോ ഹിൽസ് ലൈക്ക് ജമ്മു ഹിൽസ് എക്സെട്ര. ജമ്മു ഹിൽസ് പോലെയുള്ള ചെറിയ ഹില്ലുകളും ഉണ്ട്. ദ വാലീസ് ലയിങ് ബിറ്റ്വീൻ സിയാവാലിക് ആൻഡ് ലെസ്സർ ഹിമാലയാസ് ആർ കോൾഡ് ദുൻസ്. ഈ ലെസ്സർ ഹിമാലയാസും ഔട്ടർ ഹിമാലയാസും രണ്ടിന് ഇടയിൽ കിടക്കുന്ന വാലികൾക്ക് ആർ കോൾഡ് ഡൺസ് എന്ന് പറയുന്നത്. ലൈക്ക് ദഹ്റ ഡൺ, കൊച്ലി ഡൺ ആൻഡ് പത്ലി ഡൺ. അങ്ങനെയുള്ള ഡൺ എന്നാണ് ഇതിനിടയിലുള്ള വാലികൾക്ക് പറയുന്ന പേര്. ഇനി രണ്ടാമത് അഥവാ നമ്മൾ മേലെ പറഞ്ഞതിൽ വെച്ച് ദ ട്രാൻസ് ഹിമാലയാസ്. ആ ട്രാൻസ് ഹിമാലയാസിനെ പറ്റിയാണ് പറയുന്നത്. ഇറ്റ് എക്സ്റ്റെൻസ് നോർത്ത് ഓഫ് ഗ്രേറ്റർ ഹിമാലയ ആൻഡ് പാരലൽ ടു ഇറ്റ് ഈസ് കോൾഡ് സസ്കാർ റേഞ്ച്. നോർത്ത് ഓഫ് സസ്കാർ റേഞ്ച് ലൈസ് ലഡാക്ക് റേഞ്ച്. ദ ഇൻഡസ് റിവർ ഫ്ലോസ് ബിറ്റ്വീൻ സസ്കാർ ആൻഡ് ലഡാക്ക് റേഞ്ച്. ദ കരാക്കോരം റേഞ്ച് ലൈ എക്സ്ട്രീം നോർത്ത് ഓഫ് ദ കൺട്രി. K2 is the second highest peak of the world. ഈ ട്രാൻസ് ഹിമാലയൻ റേഞ്ചിൽ അഥവാ ഈ നോർത്ത് ഗ്രേറ്റർ ഹിമാലയ ആൻഡ് പാരലൽ ടു ഇറ്റ് ഈസ് കോൾഡ് സസ്കാർ റേഞ്ച്. ഹിമാലയ നോർത്തിലെ ഗ്രേറ്റർ ഹിമാലയ ആൻഡ് പാരലൽ അതിന് പറയുന്ന പേരാണ്. അതിന് ഇറ്റ് ഈസ് കോൾഡ് പറയപ്പെടുന്നു സസ്കാർ റേഞ്ച് എന്ന് പറയപ്പെടുന്നുണ്ട് ആ സ്ഥലത്തിന്. പിന്നെ നോർത്ത് ഓഫ് ദ സസ്കാർ റേഞ്ച് ലൈസ് ലഡാക്ക് റേഞ്ച്. സസ്കാർ റേഞ്ചിൻ്റെ നോർത്ത് ഭാഗം കിടക്കുന്നത് ലഡാക്ക് റേഞ്ചിൻ്റെ അടുത്താണ്. ആൻഡ് ദ ഇൻഡസ് റിവർ ഫ്ലോസ് ബിറ്റ്വീൻ സസ്കാർ ആൻഡ് ലഡാക്ക് റേഞ്ച്. സസ്കാർ ആൻഡ് ലഡാക്ക് റേഞ്ചുകൾ, ഈ രണ്ട് റേഞ്ചുകളുടെയും ഇടയിൽ നിന്നാണ് ഇൻഡസ് നദി ഒഴുകുന്നത്. ദ കർക്കോരം റേഞ്ച് ലൈ എക്സ്ട്രീം നോർത്ത് ഓഫ് ദ കൺട്രി. ഈ ഇന്ത്യയുടെ നോർത്ത് ഭാഗത്തായിട്ടാണ് കാരാക്കോരം റേഞ്ച് കിടക്കുന്നത്. K2 ഈസ് ദ സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് ഓഫ് ദ വേൾഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ കൊടുമുടിയാണ് K2. ദ പൂർവാഞ്ചൽ ഹിൽസ്. ദിസ് comprises മിസാമി, പട്കോയി, നാഗ, മിസോ ഹിൽസ് which are located in ഈസ്റ്റേൺ സൈഡ്. ഈസ്റ്റേൺ സൈഡിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന
മിസോ ഹിൽസ്, നാഗ, പത്കോയ്, മിഷാമി എല്ലാം ഉൾപ്പെടുന്ന ഒരു ഹിൽസാണ് ദ പൂർവാഞ്ചൽ ഹിൽസ്. ദ മേഘാലയ പ്ലാറ്റ്യൂ ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദിസ് ഹിൽസ്. ഈ ഹില്ലുകളുടെ പാർട്ടുകളിൽ പെടുന്നതാണ് ദ മേഘാലയ പ്ലാറ്റ്യൂ എന്ന മേഘാലയ പ്ലാറ്റ്യൂ ഈ ഹിൽസിൻ്റെ ഒരു പാർട്ടാണ്. വിച്ച് ഇൻക്ലൂഡ്സ് ദ ഹിൽസ് ഓഫ് ഗാരോ അഥവാ ഗാരോ ഹിൽസും ഉൾപ്പെടുന്ന ഒരു വലിയ ഭാഗമാണ് ഇതിൻ്റെ. അങ്ങനെയല്ല, മേഘാലയ പ്ലാറ്റ്യൂ ഈ ഹിൽസിൻ്റെ ഒരു പാർട്ടാണ്. അഥവാ ഹിൽസ് ഓഫ് ഗാരോയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ആൻഡ് കാസി ആൻഡ് ജൈൻതയ ഈ രണ്ട്